ഞാൻ തുടർമാനമായി എടുക്കുന്ന ബൈബിൾ സ്റ്റഡി ഇന്ന് രാവിലെ എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ രാവിലെ സമയം കൊണ്ടുവരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. ആമേൻ. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന ആകുന്നു. ദൈവ സഭയെക്കുറിച്ച് നാം പഠിച്ചാൽ അനവധി നിർവചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വിളിച്ച് ചേർക്കപ്പെട്ടവരുടെ സമൂഹം എന്നുള്ളതാണ് സഭ എന്നതിൻ്റെ വ്യക്തമായ അർത്ഥം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിനെക്കുറിച്ച് കേട്ടതാണ്. അതൊന്നും വിശദീകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമുക്ക് അതെല്ലാം നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൈവ സഭയെ ഒരു തോട്ടമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് അതിനെ നട്ടു, അതിനെ തടമെടുത്തു, അതിന് വേലി കെട്ടി, അതിനെ ഒരു തോട്ടമാക്കി ദൈവം നിലനിർത്തി. അതിൽ നിന്ന് നല്ല ഫലങ്ങൾ കാണും എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും എന്ന് വിചാരിച്ച് അതിനെ തിരഞ്ഞ് ദൈവം വരുന്നതിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. സുവിശേഷങ്ങളിലും അത് തത്തുല്യമായ ഉപമാനങ്ങൾ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനായിട്ടും കഴിയും. ദൈവത്തിന്റെ സഭ, അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായി തീർന്നവർ. നമ്മളെ അതിന്റെ നടുതലകളായി ദൈവം ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ നട്ടിരിക്കുകയാണ്. ഈ ദൈവസഭ അത് ഒരു തോട്ടം. ഉത്തമലേഖനം ഉത്തമഗീതം 2-ാം അധ്യായം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട് അപ്പോൾ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടെ ഇന്ന് രാവിലെ സമയം ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ഉത്തമഗീതം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിന്റെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വടതിക്കാറ്റ് ഉണരുക, തെന്നിക്കാറ്റ് വരിക, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. ദൈവ സഭയാകുന്ന തോട്ടത്തിൽ നിന്ന് സുഗന്ധം പരക്കണമെങ്കിൽ ഒന്നാമത് അതവിടെ സൃഷ്ടിക്കപ്പെടണം. 2 അത് മറ്റുള്ളവരിലേക്ക് പകരത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ഒരു കാറ്റ് അവിടെ അടിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ വ്യാപാരമില്ലാത്ത പെന്തക്കോസ്ത് സഭകൾ നിർജീവമായ പെന്തക്കോസ്ത് സഭകളാണ്. പെന്തക്കോസ്ത് സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുന്നത് നമ്മുടെ മേൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് വ്യത്യസ്തമായ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ആത്മാവില്ലാത്തവരാണ് എന്ന് നമ്മൾ പറഞ്ഞു എന്ന് അതിനർത്ഥമില്ല. ദൈവ സഭയിൽ നിന്ന് വമിക്കേണ്ടത് സുഗന്ധമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ ഫലങ്ങൾ സുഗന്ധപൂർണമായിരിക്കണം. അതിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അടിക്കുമ്പോൾ അത് മുഴുവൻ എന്തായിത്തീരുന്നു? സുഗന്ധം പകരുന്നതായിത്തീരുന്നു. ഹല്ലേലൂയ. നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചവരാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. പ്രത്യേകതകൾ ഉള്ളവരാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. എന്നാൽ ഇതെല്ലാം എവിടെയാണ് വെളിപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും അത് വെളിപ്പെട്ട് വരുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ലോക മനുഷ്യരുടെ ഒരു മാതൃകയും നമുക്ക് മാതൃകയാക്കുവാൻ, അവരുടെ ശൈലികൾ നമുക്ക് മാതൃകയാക്കുവാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. നമ്മൾ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്, ദൈവമക്കളാണ്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ് എന്നുള്ള അവകാശവാദം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതവും പ്രവൃത്തിയും അതിന് സമാനമായത് ആയിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് ബാധകമാണ്, അത് എനിക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നോക്കൂ, യേശുവിന്റെ അടുക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ ശീമോൻ എന്ന് പേരുള്ള ഒരു പരീശൻ തന്റെ ഭവനത്തിലേക്ക് ഒരു ദിവസം ക്ഷണിക്കുവാനിടയായി തീർന്നു. എന്നാൽ
യേശു ആ പരീശന്റെ ഭവനത്തിൽ ക്ഷണിക്കപ്പെട്ടുവെങ്കിലും അവിടെ സ്വീകരിക്കപ്പെടേണ്ടതുപോലെ യേശു സ്വീകരിക്കപ്പെട്ടില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സമയത്താണ് പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീ ഒരു കുടം സ്വച്ഛ ജഡ മാംസ തൈലവുമായി ആ ഭവനത്തിലേക്ക് ചെന്നു എന്ന് മാത്രമല്ല, അവൾ ആ ഭരണി പൊട്ടിച്ച് ആ വീട് മുഴുവൻ സുഗന്ധമുള്ളതാക്കി തീർത്തുവെന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. അത് ഒരു കുഷ്ഠരോഗിയുടെ ഭവനമാണ്. എന്നാൽ ആ ഭവനം സുഗന്ധമുള്ള ഒരു ഭവനമായി തീരുവാൻ ഇടയായി തീർന്നു. അത് ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ നമ്മൾ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വന്നതാണ്. ഒരു പരിധി വരെ ആരാധന ഒരു ശീലമാണ്. ഞായറാഴ്ചയാണ്, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ ജോലിക്ക് പോകുന്നു. ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ട ദിവസമാണ്, അതുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നു. നല്ല കാര്യമാണ്, ആ ശീലം പാലിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ശീലങ്ങൾ ആവർത്തിക്കുവാനായിട്ടല്ല ഒരു ദൈവ പൈതൽ ആരാധനാലയത്തിലേക്ക് വരേണ്ടത്. പ്രാണനാഥൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ആ ഉത്തമമായ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്കും ഒരു ആരാധനയും നിസ്സാരമായി വിചാരിക്കാൻ കഴിയുകയില്ല. ഒരു ചെറിയ ചാറ്റമഴ പെയ്താൽ ലോസ് ആഞ്ചലസിൽ ആർക്കും ആരാധനയ്ക്ക് വരാൻ കഴിയത്തില്ല. എന്നാൽ കഴുത്തോളം മഞ്ഞ് വീണ് കിടക്കുന്നിടത്ത് ആളുകൾ ആവലോടെ ആരാധനയിൽ പോയി പങ്കെടുക്കുന്നുണ്ട്. കാലാവസ്ഥ നോക്കിയല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്, കാലാവസ്ഥ നോക്കിയല്ല ക്രിസ്തു ക്രൂശിൽ മരിച്ചത്, കാലാവസ്ഥ നോക്കിയല്ല അവൻ മനുഷ്യ ജഡം എടുത്ത് അവതരിച്ചതെങ്കിൽ ദൈവത്തിന്റെ പൈതലെ കർത്താവ് കൊടുത്ത വില വളരെ വലുതാണ് എന്നുള്ളത് ഇന്ന് രാവിലെ സമയം നമ്മൾ വിസ്മരിച്ചു പോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം വാസ്തവമായി ആ പരിശുദ്ധാത്മാവിന്റെ ഒരു കാറ്റ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, എന്നാൽ ക്രിസ്തു ശിഷ്യന്മാരുടെ മേൽ ഊതി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീരുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം നമ്മുടെ ഇടയിൽ ആ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ഉണ്ടാകണം. ഇന്ന് രാവിലെ സമയം നമ്മുടെ മധ്യത്തിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന് ദൈവത്തിന്റെ സൗരഭ്യ വാസനയാകുന്നുവെന്ന് തീർത്ത് പറയത്തക്കവണ്ണം ഒരു സുഗന്ധം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയാകണം. ശീമോൻ എന്നു പേരുള്ള കുഷ്ഠരോഗിയുടെ ഭവനം ഒരു സുഗന്ധപൂർണമായ ഭവനമായി തീർത്തുവെങ്കിൽ ഇത്രയും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കടന്നു വരുന്ന ഒരു സ്ഥാനം സുഗന്ധം പരക്കുന്ന ഒരു സ്ഥാനമായി തീരുവാൻ ഇടയാകണം. അതിനേറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് നിന്നെ പൊട്ടിക്കുവാൻ നിനക്ക് മനസ്സുണ്ടാകണം. നിന്നെ ദൈവസന്നിധിയിൽ തകർക്കുവാൻ നിനക്ക് മനസ്സുണ്ടാകണം. ഹല്ലേലൂയ. ഹനനയാഗം നീ ഇച്ഛിച്ചില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം ആരുടെയും ഉയർച്ചയ്ക്കല്ല, ആരുടെയും കാര്യസാധ്യത്തിനല്ല, വാസ്തവമായി നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനാണ് കടന്നു വന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അതിവിടെ വെളിപ്പെടുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ വ്യർത്ഥമായി സമയം ചെലവഴിക്കുന്നവരാകുവാനല്ല, ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന് നട്ടപ്പെട്ടിരിക്കുന്ന ഒരു നടുനിലയാണ്, ഒരു വൃക്ഷമാണെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, അവൻ ഒരു ദിവസം ഫലം അന്വേഷിച്ച് വരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അവൻ ചെയ്യാത്തത് എന്തുണ്ട്? എന്താണ് ഇനി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യേണ്ടത്? ചെയ്യാൻ ബാക്കി കിടക്കുന്ന കാര്യം എന്താണ്? അവൻ നിനക്ക് വളമിട്ട് തന്നില്ലേ? അവൻ നിനക്ക് വേലി കെട്ടി തന്നില്ലേ? അവൻ നിനക്ക് വേണ്ടി മഴ പെയ്ച്ചു തന്നില്ലേ? അവൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ട അത്ഭുതകരമായ എല്ലാ പ്രവൃത്തികളും ചെയ്ത് നീ പോലും സ്വപ്നം കാണാത്ത ഉന്നതിയിൽ സാമ്പത്തികമായും വിവിധ മേഖലകളിൽ ദൈവസന്നിധിയിൽ നമ്മെ ഉയർത്തിയപ്പോൾ എത്ര പേർക്ക് ദൈവസന്നിധിയിലായ യഥാർത്ഥ നന്ദിയുണ്ട്? എത്ര പേർക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ഹൃദയ ഭാരമുണ്ട്? എത്ര പേർക്ക് എന്റെ സഭയെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുമ്പോട്ട് പോകണം, ദേശത്ത് ഞങ്ങൾ ലജ്ജിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ആ ആത്മാർത്ഥമായ വിശ്വാസവും വാശിയും എത്ര പേരുടെ ഹൃദയത്തിലുണ്ട്? ഇന്ന് പകൽക്കാലം അങ്ങനെ ചില ആളുകളെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയപ്പെടും.